എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ മനുഷ്യർ വിഡ്ഢികളായി പോകുന്നത്. കുവൈറ്റിൽ മദ്യദുരന്തം, അതായത് ഇപ്പോൾ ലാസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് 23 പേര് മരിക്കുകയും ഏകദേശം 160 പേര് ഹോസ്പിറ്റലാണ്. അതിൽ കുറച്ച് പേർക്ക് കണ്ണുപോയി, കുറച്ച് പേർക്ക് കാഴ്ച ശക്തി, കുറച്ച് പേർക്ക് ആരോഗ്യം, കുറച്ച് പേർക്ക് കിഡ്നി പോയി, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിട്ട് ഇപ്പോഴും ആൾക്കാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മനുഷ്യർ നമ്മൾ ചെയ്തു വയ്ക്കുന്ന ഓരോ വെട്ടിത്തരം, എസ്പെഷ്യലി മലയാളീസ് എന്ന് പറഞ്ഞാൽ ഈ മദ്യം എന്ന് പറയുന്ന സമയത്ത് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ മദ്യത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഒരാൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം എന്ത് ആവശ്യത്തിനും മദ്യം, മരണമായാലും ഭയങ്കര സന്തോഷമായാലും സങ്കടമായാലും മദ്യം. അതുപോലെ തന്നെ ഈ ഡ്രഗ്സിന് അഡിക്റ്റ് കൂടുതലും മലയാളീസാണ്. പല ആൾക്കാരും പല രാജ്യക്കാരും ഈ പറയുന്ന ഡ്രഗ്സും മദ്യമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അവർക്കറിയാം അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. അവർക്ക് ഹെൽത്തിനെ കുറിച്ച് അത്യാവശ്യമൊക്കെ അവർ അവയർനെസ് ആയിരിക്കും. എല്ലാവരും അല്ല, അതായത് നമ്മുടെ ഒരു പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ മറ്റുള്ള കൺട്രി വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യൻസ് അല്ലെങ്കിൽ നമ്മുടെ മലയാളീസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് മുന്നിൽ, ഒരു പെർസെൻറ്റേജ് കൂടുതലാണ്. ഇപ്പോൾ കുവൈറ്റിൽ തന്നെ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു മദ്യം, അതായത് കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം മദ്യം ലീഗലി ബാൻഡ് ആണ്. അപ്പം അവിടെ മദ്യത്തിൻ്റെ അവൈലബിലിറ്റി ഇല്ല. ഓക്കെ, നിങ്ങളിപ്പോൾ കുവൈറ്റിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇവിടെ മദ്യം ലീഗലി ബാൻഡ് ആണ്, ഇവിടെ മദ്യം ഇല്ല എന്നുള്ളത് 100% നിങ്ങൾക്കറിയാം. അപ്പോൾ അതറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ കുവൈറ്റിലേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാർ സഡൻലി ക്യാഷ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ആൾക്കാർ വാറ്റിച്ചാരയം അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കലൊക്കെ ഇട്ടിട്ട് വാറ്റുന്നു. ഒരു ബോട്ടിലിന് ഇത്ര രൂപ, 6 ദിനാർ അല്ലെങ്കിൽ 5 ദിനാർ, ഒരു ബോട്ടിലിന് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കലക്കി കൊടുക്കുന്നു. ഈ സാധനം നമ്മുടെ മലയാളീസ് പോയിട്ട് വാങ്ങിച്ച് ഇങ്ങനെ അടിച്ച് സഡൻലി മരിക്കുക, കണ്ണുപോവുക. നിങ്ങൾ മദ്യപിക്കുന്ന നല്ലതൊക്കെ തന്നെയാണ്. മദ്യപിക്കുന്ന നല്ലതൊന്നുമല്ല, ഞാൻ മദ്യപത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. ഈവൻ നിങ്ങളൊരു ബിയർ കഴിച്ചപ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ ലീഗലി നമുക്കിപ്പം നാട്ടിൽ മദ്യം അവൈലബിൾ ആണ്. അത് നമ്മൾ പ്രൊഡക്ഷൻ തന്നെ അവരത്രയ്ക്കും അത് നമ്മുടെ അതിൻ്റെ എത്രയാണ് അതിൻ്റെ റേഷ്യോ അളവനുസരിച്ചിട്ടാണ് ഓരോ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നതും. അത് അവർ പുറത്തൊരു ലിക്കറായിട്ട് അവർ ഫുള്ള് ലാബ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ പുറത്തിറക്കുന്നത്. അതിൽ തന്നെ അവർ മദ്യം നല്ലതല്ല, ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് സ്റ്റിക്കർ അടിച്ചിട്ട് വാർണിംഗ് സ്റ്റിക്കറൊക്കെ അതിൽ പിൻ ചെയ്തിട്ടാണ് അവർ പുറത്ത് വരുന്നത്. അത് എങ്ങനെ കഴിക്കണം, എത്ര പെഗ്ഗിന് എത്ര വെള്ളം ചേർക്കണം എന്നുള്ള രീതിയിലൊക്കെ ഫുൾ ഇതാണ്. അപ്പം നമ്മുടെ ശരീരത്തിന് അധികം പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ വലിയൊരു പ്രശ്നമില്ല, വിഷം തന്നെയാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ, എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, ഇതൊന്നും മനസ്സിലാക്കാതെ ഫുള്ള് ഈ പറയുന്ന കലക്ക് സാധനം വാങ്ങിച്ച് അടിച്ച്, നിങ്ങൾ അങ്ങനെ ഇത്രയും മദ്യത്തിനോട് അഡിക്ഷൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അത്രയും മദ്യം കുടിച്ചേ പറ്റത്തുള്ളൂ. വേറെ ഒരുപാട് കൺട്രി ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് മദ്യപിക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളൊരു കുടുംബം, ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരാൾ, ഫാമിലി കാശിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളൊരു പ്രവാസിയായിട്ടാണ് ഗൾഫിലേക്ക് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ആ കൺട്രിയിൽ ഇപ്പോൾ സൗദിയൊക്കെയാണ് ലീഗലി ബാൻഡാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് സഡൻലി ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ കെമിക്കൽ അവർ ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ പാവങ്ങളെ പറ്റിക്കുന്നത്. നിങ്ങൾ വിഡ്ഢികളായിട്ട് നിങ്ങൾ ഈ കെമിക്കൽ അതിൻ്റെ മനസ്സിലാക്കാതെ നിങ്ങളെ ശരീരത്തിനെ നിങ്ങൾ പീഡിപ്പിച്ച് ഈ സാധനം വാങ്ങിച്ച് നിങ്ങൾ അടിക്കുന്നു. ആർക്ക് നഷ്ടമായി? നിങ്ങൾക്ക് നഷ്ടമായി. ഈ വന്ന ആൾക്കാർ ഈ മദ്യം ഉണ്ടാക്കിയത് ആരാണെന്നോ ഈ മദ്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്നോ ആർക്കെങ്കിലും അറിയുമോ? ആർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ മദ്യപിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചിന്തിക്കൂ. നിങ്ങളെ ശരീരം ഇപ്പം ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഹെൽത്ത് ഇല്ല, നിങ്ങളുടെ ഇപ്പം കുറച്ചുപേരുടെ കാഴ്ചപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ജീവിതം അവിടെ വെച്ച് മുട്ടി. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ ഈ സ്ഥിരമായിട്ട് മദ്യപിക്കുക, സ്മോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രഗ്സ് എടുക്കുക, ഇതൊക്കെ ഒരു മെഷീനല്ലേ. നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്. നമ്മൾ ആ മെഷീനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, എത്രത്തോളം നല്ല ഫുഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. പല മദ്യപിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഈ മദ്യപാനം നിർത്ത്, എന്തിനാണ് ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നതല്ല, ഇങ്ങനെയുള്ള ഫേക്ക് സാധനം എന്തിനാണ് അടിച്ച് ശരീരത്തെ ചീത്താക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒറ്റ ജീവിതമേ ഉള്ളൂ, ആ ജീവിതം എൻജോയ് ചെയ്യുക. ഇതാണോ ജീവിതം എൻജോയ് ചെയ്യുന്നത്? അപ്പം നിങ്ങൾ ശരിക്കും വിഡ്ഢികളാവാതെ നിങ്ങൾ മദ്യപിച്ചോ. ഈ കുറച്ച് മാഫിയ ഉണ്ടാക്കി തരുന്ന കലക്ക് സാധനം വാങ്ങിച്ച് നിങ്ങളുടെ ശരീരത്തിനകത്ത് നിങ്ങൾ നിറച്ച് നിങ്ങൾ അവരുടെ ഫ്രണ്ടിൽ വിഡ്ഢികളാകാതെ
പോയത് ആർക്കാ പോയത്? നിങ്ങളുടെ ഫാമിലിയിൽ അവർക്ക് നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം? അവരവരുടെ കാശ് കിട്ടി അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ പോയതാരാ? ഇപ്പം ഞാൻ കുവൈറ്റിൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് സെക്ഷനിൽ. അപ്പം ഞാൻ ഒരുപാട് കസ്റ്റമറിൻ്റെ വീട്ടിൽ പോകാറുണ്ട്, ഞാൻ ഫീൽഡിലൊക്കെ ഒരുപാട് പോകാറുണ്ട്. ഈ ഫ്രൈഡേ നമുക്ക് കുവൈറ്റിൽ ഇതാണ്, ഹോളിഡേ ആണ്. ഈ ഫ്രൈഡേ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഈ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് കാണാറുണ്ട്. ഈ ആൾക്കാരിൽ 99% ഇന്ത്യൻസ് ആണ്, അതായത് മലയാളീസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ആണ് ഇങ്ങനെ വെള്ളിയാഴ്ച മദ്യപിച്ച് ഇങ്ങനെ ഇറങ്ങി നടക്കുക, റൂമിൽ പ്രശ്നം ഉണ്ടാക്കുക, നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ തെറി വിളിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. സോ മദ്യപിക്കണം, നിങ്ങൾക്ക് മദ്യപിച്ചേ പറ്റുമെന്നാണ്. നിങ്ങൾ മദ്യം നല്ല ലിക്കർ മേടിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് വാട്ടർ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് കഴിക്കും. അല്ലാതെ എന്തെങ്കിലും ഒരു കെമിക്കൽ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാങ്ങിച്ച് നിങ്ങൾ കഴിച്ച് അതിൽ 2 കാര്യം. ഒന്ന്, നിങ്ങൾ വെഡ്ഡിയാവും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഹെൽത്ത് സീറോ ആവും. ഇപ്പം നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു 70 വയസ്സ് വരെ ബെഡിൽ ഇങ്ങനെ കോമയിൽ കിടക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ നിങ്ങളൊരു 70 വയസ്സ് വരെ ജീവിക്കുമ്പോൾ എണീറ്റ് ഓടിച്ചാടി നടക്കുന്നതാണോ നല്ലത്? നിങ്ങളൊരു ഒരു ഒരു മദ്യപിച്ച് നിങ്ങളൊരു ബെഡിൽ ഒരു തീർന്നു ആ ലെവലിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മദ്യപിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ശരീരം പ്രൊട്ടക്ട് ചെയ്യുന്നില്ല? നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഹെൽത്ത് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്താലേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതൊരു സംഭവത്തിലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഹെൽത്തിൻ്റെ കണ്ടീഷൻ, ഹെൽത്തിൻ്റെ നിങ്ങൾ എന്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ ഹെൽത്ത് നമുക്ക് ഓടിച്ചാടി നടക്കണമെങ്കിൽ ഹെൽത്ത് വേണം. അല്ല, നിങ്ങൾ കുറച്ച് കാശുണ്ടാക്കി വെച്ചിട്ട് നിങ്ങളുടെ ഹെൽത്ത് വീക്കാക്കി നിങ്ങളൊരു വെട്ടി കിടക്കുന്ന ഒരാളാണെങ്കിൽ ആ കാശ് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഉപയോഗം? ഒരു ഉപയോഗമില്ല. സോ എനിക്ക് പ്രത്യേകിച്ച് പറയുന്നത് ഈ ഒരു യങ് ആയിട്ടുള്ള കുട്ടികളുടെ അടുത്താണ്. ഇവർ ഈ ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു എൻജോയ്മെൻ്റ് ആണ്. എന്തിനാണ്? നിങ്ങൾ ഡ്രഗ്സ് കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ സിഗ്നലാണ് കട്ടാകുന്നത്. ഈ പറയുന്ന മദ്യമൊക്കെ ബ്രെയിനിൻ്റെ സിഗ്നൽ കട്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബോഡി ഫങ്ഷനിങ് നടക്കത്തില്ല. നിങ്ങൾ അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കുക, ജീവിതം ഹെൽത്തിനെ കുറച്ച് ഫോക്കസ് ചെയ്യും. ബാക്കി നിങ്ങളിപ്പോൾ ജീവിതത്തിൽ എങ്ങനെയാണ്, നിങ്ങൾ കാശുണ്ടാക്കുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, അതൊന്നും നിങ്ങൾ അധികം ബാധിക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ ഹെൽത്ത് എന്നാണ് നിങ്ങളുടെ കൈവിട്ട് പോകുന്നത്, അന്ന് നിങ്ങൾ സീറോ ആണ്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി, ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കി. എനിക്ക് കൂടുതൽ പറയേണ്ടത് നമ്മുടെ ഈ പുതിയ തലമുറയുടെ അടുത്താണ് പറയാനുള്ളത്. നിങ്ങൾ ഈ പറയുന്ന മദ്യത്തിന് ആരെങ്കിലും ഡ്രഗ്സിന് അടിമയായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന നല്ല ഫുഡ് കഴിച്ച് നല്ല ജിമ്മിലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസ്, ഏതെങ്കിലും ഒരു എക്സസൈസ് വർക്കൗട്ടൊക്കെ ചെയ്ത് ഹെൽത്തിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് ഒക്കെ കുറച്ച് നിങ്ങളൊന്ന് ജീവിച്ച് നോക്കുക ഒരു 6 മാസം. എന്ത് ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് എന്ത് കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്, എന്ത് ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? സോ നിങ്ങൾ ഹെൽത്തിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. എല്ലാം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാത്തിനും മുകളിലാണ്. അപ്പം അത് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഇതുപോലെ ലഹരിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ആൾക്കാരെ ഫ്രണ്ടിൽ വിഡ്ഢി ആകാതിരിക്കുക. അപ്പോൾ എന്തെങ്കിലും കലക്കി വെച്ച് അത് പോയി കുടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്നത്, ഇതിന് പരം ഒരു വിഡ്ഢിത്തരം അല്ലെങ്കിൽ ഇതിന് പരം ഒരു വിവരമില്ലായ്മ വേറെ ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഹെൽത്ത് ഈസ് വെൽത്ത് ആണ്. വിത്തൗട്ട് ഹെൽത്ത് ഒരു വെൽത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല ലൈഫിൽ.